Hello dears, welcome to the class. Today we are going to discuss about our 7th unit, Mighty Multiplication. Okay, let's start our class. The children and teachers of Ayanimala LP School are preparing math boxes. അയനിമല സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും മാത്ത് ബോക്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. കണ്ടില്ലേ ചിത്രത്തിൽ? മേധാസ് മാത്ത് ബോക്സ്. See the token board in the math box Medha made. മേധയുണ്ടാക്കിയ മാത്ത് ബോക്സ് നോക്കൂ. ലുക്ക് അറ്റ് ദ ടോക്കൺ ബോർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ടോക്കൺ ബോർഡ് നോക്കി ടേബിൾ കംപ്ലീറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര റോ ആണുള്ളത്? 1 2 3. ഓരോ റോയിലുമുള്ള നമ്പർ എത്രയാണ്? 1 2 3 4 5 6 7 8. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയിലുള്ളത് 8 നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ ടോട്ടൽ റോസ് എത്രയാണ്? 1 2 3. നമ്പർ എന്ന് പറയുന്നത് 24. 3 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്. ഹൗ മെനി ടോക്കൺസ് ഇൻ ഓൾ? 3 റോയിലും കൂടി 8 ടോക്കൺസ് ഉണ്ടാവുമ്പോൾ 8 + 8 + 8. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അഡീഷൻ ചെയ്യാതെ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതാം. 3 × 8 = 24. Madhav's math box. Madhav made a different kind of token board. How many tokens are in it? മാധവ് ഉണ്ടാക്കിയതാണ് ഈ മാത്ത് ബോക്സ്. എങ്ങനെയാണ്? 8 × 3. മേധ 3 റോസാണ് ഉണ്ടാക്കിയത്, അതിൽ 8 കോയിൻസ്. എന്നാൽ മാധവ് ഉണ്ടാക്കിയത് 8 റോസും ഓരോ റോയിലും 3 ടോക്കൺസുമാണ്. അപ്പോൾ 8 × 3 എന്ന് എഴുതണം. കണ്ടില്ലേ? ഇങ്ങനെ 8 × 3 എഴുതി അഡീഷൻ ചെയ്യുന്നതിന് പകരം മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? 8 × 3. 8 × 3. മേധ പറയാണ് 3 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്. 3 റോയ്സിൽ 8 ടോക്കൺസ് വീതം. അപ്പോൾ മാധവ് 8 റോസ് വിത്ത് 3 ടോക്കൺസ് ഇൻ ഈച്ച്. 8 വരിയിൽ 3 എണ്ണം വീതമെന്ന്. 8 × 3. 3 × 8 and 8 × 3 are 24, right? 3 × 8 എന്ന് പറഞ്ഞാലും 8 × 3 എന്ന് പറഞ്ഞാലും ആൻസർ കിട്ടുന്നത് 24 ആണ്. അതായത് 2 സംഖ്യകൾ അത് തിരിച്ചും മറിച്ചുമിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. നോക്കൂ, മേധയുടേത് 3 × 8 ആണ്, 3ഉം 8ഉം അല്ലേ? മാധവിൻ്റെയോ 8 × 3 ആണ്, അതിലും 3ഉം 8ഉം തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 24 ആണ്. 3 × 8 = 8 × 3 = 24. See how Sia arranged 24 tokens in yet another way. സിയ 24 ടോക്കൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. 3 റോസാണ് ഉള്ളത് അല്ലേ? അതിൽ 8 ടോക്കൺസ്. അപ്പോൾ 3 × 8. ഇനി അപ്പുറത്തെ ടോക്കൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 3 റോസ് ആക്കിയിട്ടുണ്ട് അല്ലേ? എന്നിട്ട് ഓരോ വരിയിലുള്ള 8 കോയിൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് 4 എന്നാക്കി. കണ്ടില്ലേ? അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 3 റോസ് ആണ്. അപ്പോൾ 3 × 8നെ 2 ഭാഗമാക്കി. എങ്ങനെയാണ്? 2 × 4 ആണ് 8 വരുന്നത് അല്ലേ? അപ്പോൾ 2 × 4 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 24 തന്നെയാണ്. 3 × 8 = 3 × 2 × 4. 24 tokens can be arranged like this also, right? 24 കോയിൻസിനെ ഇങ്ങനെയും അറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? 4 റോസ്, ആ ഓരോ റോസിലും 6 ടോക്കൺസ് ആദ്യത്തേതാണ്. അപ്പോൾ എങ്ങനെ എഴുതും? 4 × 6. ഇനി അടുത്തത് നോക്കൂ. രണ്ടാമത്തേതിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 2 റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ 2 റോസിലുള്ള 3 ടോക്കൺസ് വെച്ച് 4 പാർട്ടാക്കി. വീണ്ടും കണ്ടില്ലേ? 4 × 3. 4 കോളത്തിൽ 3 എണ്ണം വീതം. അപ്പോൾ അതിനർത്ഥം 4 × 6 = 2 × 4 × 3. If there are 4 rows with 8 tokens in each, how many tokens are there in all? 4 റോസ്, 4
വരികളിൽ 8 ടോക്കൺസ് വീതമാവുമ്പോൾ എത്ര ടോക്കൺ ആണ് ഉള്ളത്? എങ്ങനെ എഴുതും? 4 റോസിൽ 8 ആണ് അല്ലേ? 8 + 8 + 8 + 8 ഈക്വൽ ടു 32. അതിനെ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുമ്പോൾ 4 × 8 ഈക്വൽ ടു 32. ഇനി താഴെ നോക്കൂ. 4 × 8 ഈക്വൽ ടു 2 × 3 പാർട്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 8നെ നമുക്ക് 2 പാർട്ടാക്കാം. 2 × 4 ഈക്വൽ ടു 8 ആണ് വരുന്നത് അല്ലേ? ഇൻറ്റു 4. അപ്പോൾ എങ്ങനെ എഴുതാം? 2 × 4 8, 8 × 4 32. വാട്ട് അബൌട്ട് 6 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്? 6 റോസ് ആവുമ്പോൾ എത്രയാണ്? ഇപ്പോൾ നമ്മൾ 4 റോസ് ആണ് എഴുതിയത് അല്ലേ? അത് 6 ആവുമ്പോൾ 2 കൂടി കൂട്ടണം അല്ലേ? അപ്പോൾ 8 + 8 16. 32ൻ്റെ കൂടെ 16ഉം ആഡ് ചെയ്താൽ നമുക്ക് 32 + 16 48. താഴെ നോക്കൂ. 6 × 8. അപ്പോൾ എങ്ങനെ എഴുതാം? 3 × 4 × 4 അങ്ങനെ എഴുതാം. അതല്ലെങ്കിലോ 6 × 2 × 4 എന്നും എഴുതാം. അപ്പോഴും നമുക്ക് 48 എന്നാണ് ആൻസർ കിട്ടുന്നത്. റെക്റ്റാങ്കിൾ വിത്ത് ടോക്കൺസ് കൊണ്ട് റെക്റ്റാങ്കിൾ. സി ശ്രേയാസ് ടോക്കൺ ബോർഡ്. ഹൗ മെനി ടോക്കൺസ് ആർ ദർ ഇൻ ദ പിക്ചർ? 12 കോളംസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്. ശ്രേയയുടെ ടോക്കൺ ബോർഡാണ്. അതിൽ 12 കോളംസ് ആണ് ഉള്ളത്. കണ്ടില്ലേ? ഓരോ കോളംസിലും 8 ടോക്കൺസ് ആണ് ഉള്ളത്. ഹൗ അബൌട്ട് സ്പ്ലിറ്റിംഗ് 12 കോളംസ് ഇൻറ്റു 10 ആൻഡ് 2? 12 കോളംസ് ഉണ്ടായിരുന്നു. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 10 കോളംസും 2 കോളംസും ആക്കി. കണ്ടില്ലേ? ഓറഞ്ച് വലിയ ബോക്സ് ആണ് 10 കോളംസ് ഉള്ളത്. ബ്ലൂ കളറിൽ ഉള്ളതാണ് 2 കോളംസ്. ടോക്കൺസ് ഇൻ ദ ലാർജ് റെക്റ്റാങ്കിൾ. ലാർജ് റെക്റ്റാങ്കിളിലെ ടോക്കൺസ് ഇൻ എ കോളം. എത്രയാണ് ടോക്കൺസ് ഉള്ളത് ഒരു കോളത്തിൽ? 8. നമ്പർ ഓഫ് കോളം 10. ടോട്ടൽ 8 × 10 ഈക്വൽ ടു 80. ടോക്കൺസ് ഇൻ ദ സ്മോൾ റെക്റ്റാങ്കിൾ. ചെറിയ റെക്റ്റാങ്കിളിലേത് ടോക്കൺസ് ഇൻ എ കോളം. എത്രയാണ് കോളംസിലെ ടോക്കൺ? 8. നമ്പർ ഓഫ് കോളംസ്. എത്ര കോളംസ് ആണുള്ളത്? 2. ടോട്ടൽ 2 × 8 ഈക്വൽ ടു 16. ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് ഓൺ ദ ബോർഡ്. ബോർഡിലെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 10 × 8 + 2 × 8. 10 × 8 ഈക്വൽ ടു 80. 2 × 8 ഈക്വൽ ടു 16. വലിയ ബോക്സിലേത് 80 ടോക്കൺസും ചെറിയ ബോക്സിലേത് 16ഉമായിരുന്നു അല്ലേ? ടോട്ടൽ 80 + 16 96. We can calculate without tokens like this. നമുക്ക് എങ്ങനെയാണ് മറ്റൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുക? 10 + 2നെ അഡീഷൻ ചെയ്ത് 12 എന്ന് എഴുതി. 12 × 8 ഈക്വൽ ടു 96. To compute 12 × 8, we need only add the number got by multiplying 10 by 8 and the number got by multiplying 2 by 8. നമുക്ക് 12 × 8 എന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? 10 × 8 അതിൻ്റെ ആൻസറും അതുപോലെ തന്നെ 2 × 8 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ആൻസറും അഡീഷൻ ചെയ്തു അല്ലേ? 80 + 16 ഈക്വൽ ടു 96 എന്ന് കിട്ടി. മൾട്ടിപ്ലിക്കേഷൻ 13 × 5. 13 × 5നെ നമ്മൾ എന്ത് ചെയ്തു? 13നെ ഡിവൈഡ് ചെയ്ത് 2 പാർട്ടാക്കി 10 + 3 എന്നാക്കി. എന്നിട്ട് 10 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ 3 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 10 × 5 ഈക്വൽ ടു 50. 3 × 5 ഈക്വൽ ടു 15. രണ്ടും കൂടി കൂട്ടുമ്പോൾ 50 + 15 ആൻസർ വരുന്നത് 65. ഇനി അടുത്തത് നോക്കൂ. 23 × 5. നമ്മൾ 23യെ 20 + 3 എന്നാക്കി. എന്നിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 20 × 5 എത്രയാണ് വരുന്നത്? 100. 3 × 5 ഈക്വൽ ടു 15. ആൻസർ തമ്മിൽ കൂട്ടുമ്പോൾ 100 + 15 ഈക്വൽ ടു 115.
Like this, represent 14 into 6 and 24 into 3 in your notebook. ഇതുപോലെ തന്നെ 14 ഇൻറ്റു 6നെയും 24 ഇൻറ്റു 3യെയും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. എങ്ങനെയാണ്? 14 ഇൻറ്റു 6 എന്ന് എഴുതുമ്പോൾ 10 പ്ലസ് 4 എന്നാക്കിയാൽ മതി അല്ലേ? എന്നിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ 24നെ 20 പ്ലസ് 4 20 ഇൻറ്റു 3 4 ഇൻറ്റു 3 അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എഴുതണം. 18 ഇൻറ്റു 5 ഈക്വൽ ടു 18നെ സ്പ്ലിറ്റ് ചെയ്ത് 10 8 എന്നാക്കി അല്ലേ? 10 ഇൻറ്റു 5 8 ഇൻറ്റു 5. അപ്പോൾ ആൻസർ 10 ഇൻറ്റു 5 50 8 ഇൻറ്റു 5 40 ഈക്വൽ ടു 90. അതുപോലെ തന്നെ 16 ഇൻറ്റു 5 16നെ 10 ഇൻറ്റു 5 6 ഇൻറ്റു 5 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നത് 10 ഇൻറ്റു 5 50 6 ഇൻറ്റു 5 30. അതുപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാം എഴുതണം. 13 ഇൻറ്റു ഡാഷ് എന്നാണ് തന്നിരിക്കുന്നത്. 10 ഇൻറ്റു 3 എന്നുണ്ട്, ഡാഷ് ഇൻറ്റു 3 ഉണ്ട്. അപ്പോൾ 3 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. 13 അതിനെ 10ഉം അതുപോലെ തന്നെ 3ഉം ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ 30 പ്ലസ് 9 39. നെക്സ്റ്റ് ഡാഷ് ഇൻറ്റു 4 എന്നാണ് അല്ലേ? എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? 10 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 4 ആണ്. അപ്പോൾ 10 പ്ലസ് 3 13 എന്നാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. ആൻസറായി വരുന്നത് 40 പ്ലസ് 12 52. അടുത്തത് 10 ഇൻറ്റു 7 എന്ന് തന്നിട്ടുണ്ട്. 3 ഇൻറ്റു 7. അപ്പോൾ ആദ്യത്തേത് 10 പ്ലസ് 3 13 ഇൻറ്റു 7. ആൻസർ 70 പ്ലസ് 21 91. Multiplication is so easy. Can you calculate 15 into 30? 15 into 30 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 15നെ നമ്മൾ 10 പ്ലസ് 5 എന്നാക്കി മാറ്റി. എന്നിട്ട് 30യുടെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യണം. 10 ഇൻറ്റു 30 പ്ലസ് 5 ഇൻറ്റു 30 ഈക്വൽ ടു 10 ഇൻറ്റു 30 300 5 ഇൻറ്റു 30 150 ഈക്വൽ ടു 450. Any another way? What is 15 and 3? 45. So what is 15 and 30 is equal to 450. 15 ഗുണിക്കണം 3 45 ആണ് അല്ലേ? 15 ഗുണിക്കണം 30 എന്ന് പറയുമ്പോൾ നമുക്ക് 45ൻ്റെ റൈറ്റ് സൈഡിൽ 30യിൽ ആ 0 ഇട്ടാൽ മതി. വാട്ട് ഈസ് 40 ഇൻറ്റു 30? അപ്പോൾ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യും? 4 ഇൻറ്റു 3 ഈക്വൽ ടു 12. ഇനി 40യിലെയും 30യിലെയും ആ 0 എന്ന് പറയുന്നത് 10 ഇൻറ്റു 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു 10 ഈക്വൽ ടു 100. അപ്പോൾ 40 ഇൻറ്റു 30 ഈക്വൽ ടു 1200. വാട്ട് ഈസ് 70 ഇൻറ്റു 70? ആദ്യം 7 ഇൻറ്റു 7 49 എന്ന് കിട്ടും. 10 ഇൻറ്റു 10 100 അല്ലേ? 49ൻ്റെ കൂടെ ആ 100ലെ 2 0 കൂടി ചേർത്താൽ 4900 എന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ 30 ഇൻറ്റു 3 60 ഇൻറ്റു 4 50 ഇൻറ്റു 3 40 ഇൻറ്റു 40 എന്നിവ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 9. ആ 0 കൂടി റൈറ്റ് സൈഡിൽ ചേർക്കുക. അപ്പോൾ 90. 60 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 60യിൽ 6 എടുക്കുക. 6 ഇൻറ്റു 4 24. 24ൻ്റെ കൂടെ 0 കൂടി ചേർക്കുക റൈറ്റ് സൈഡിൽ. അപ്പോൾ 240. അടുത്തത് 50 ഇൻറ്റു 3 എത്രയാണ്? 5 ഇൻറ്റു 3 15 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 0 ചേർത്താൽ 150. 40 ഇൻറ്റു 40 എത്രയാണ്? 4 ഇൻറ്റു 4 16. 16ൻ്റെ കൂടെ 2 0. ആൻസർ കിട്ടുന്നത് 1600. Fill in the empty spaces. In how many ways can we arrange 24 tokens in rectangles? കണ്ടില്ലേ, 24 ടോക്കൺസ് ആണുള്ളത്. അതിനെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? 3 ഇൻറ്റു 8, അതുപോലെ തന്നെ 8 ഇൻറ്റു 3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി അല്ലേ? അപ്പോൾ 24 കിട്ടി. അടുത്തത് 24 ഇൻറ്റു 1, അപ്പോൾ 24 കിട്ടും. അത് തന്നെ നമുക്ക് മറിച്ചെഴുതാം 1 ഇൻറ്റു 24. പിന്നെ 6 ഇൻറ്റു 4 4 ഇൻറ്റു 6 12 ഇൻറ്റു 2 2 ഇൻറ്റു 12. ഇങ്ങനെ പല
രീതിയിൽ നമുക്ക് 24 കിട്ടും. 3 × 8 = 3 × ഡാഷ് ഇൻറ്റു 24. 3 × 8 എന്ന് പറയുന്നതിന് സമമാണ് 3 × 2 × 4 24. എങ്ങനെയാണ്? 3 × 2 എന്ന് പറയുന്നത് 6. 6 × 4 24. അടുത്തത് 2 × 12 = 2 × 4 × 3 = 24. 2 × 4 എന്ന് പറയുമ്പോൾ 8. 8 × 3 24. നെക്സ്റ്റ് 2 × 12 = 2 × 6 × 2. അങ്ങനെ 3 ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? 12നെ 2 × 6 എന്നാക്കി. 2 6 ചേർന്നതാണ് 12 അല്ലേ? ഇനി അടുത്തത് നോക്കൂ. 4 × 6 = 4 × 2 × 3 = 24. 6നെ 2 × 3 എന്ന് എഴുതി. അടുത്തത് 3 × 12. അത് സെയിം ആണ്. 3 × 3 × 4 = 36. 3 × 12 = 3 × 2 × 6 = 36. അപ്പോൾ ഇതിൽ 3 × 12 എന്നുള്ളത് 3 × 12നെ 2 ഭാഗങ്ങളാക്കി. 2 × 6 = 36. Milk distribution. The Grama Panchayat donated glasses for milk distribution to Ayanimala School. There were 21 boxes with half a dozen glasses in each box. How many glasses did the school get? പാൽ വിതരണം. അയനിമല സ്കൂളിലെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ ആവശ്യമായ ഗ്ലാസ് പഞ്ചായത്ത് നൽകി. ഒരു പെട്ടിയിൽ 1/2 ഡസൻ ഗ്ലാസ് ഉണ്ട്. 21 പെട്ടി ഗ്ലാസ് ആണ് കൊടുത്തത്. സ്കൂളിൽ എത്ര ഗ്ലാസ് ആണ് കിട്ടിയത്? 1 ഡസൻ എന്നാൽ 12 എണ്ണം. ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ഡസനാണ് കിട്ടിയിട്ടുള്ളത്. 1/2 ഡസൻ എന്ന് പറയുമ്പോൾ 12ൻ്റെ പകുതി എത്രയാണ്? 6 അല്ലേ? ഒരു പെട്ടിയിൽ 6 എണ്ണമാണ്. അങ്ങനെയുള്ള 21 പെട്ടികളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 21 × 6. 6 എങ്ങനെയാണ് കിട്ടിയത്? 1 ഡസൻ്റെ ഹാഫ് അല്ലേ? പകുതി എന്ന് പറയുമ്പോൾ 6 ആണ് വരുന്നത്. അപ്പോൾ 21 × 6 = 126. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് 21 × 6 എന്നുള്ളത് 21നെ സ്പ്ലിറ്റ് ചെയ്ത് 20 + 1 എന്നാക്കി. എന്നിട്ട് 20 × 6 1 × 6. 20 × 6 = 120. 1 × 6 = 6. ഇനി രണ്ടിൻ്റെയും ആൻസർ കൂട്ടുമ്പോൾ 120 + 6 = 126. ഇനി ഫ്രണ്ട് ചെയ്തത് 21 × 6നെ ഡിവൈഡ് ചെയ്തു 2 × 3 എന്ന്. എന്നിട്ട് 21 × 2 × 3 = 42 × 3. 42 × 3 = 126. The Grama Panchayat donated 9 boxes with 1 dozen glasses in each box to Puravanam School. How many glasses did they get in all? Can you do it in your head? പുരവനം സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് കൊടുത്തത് 9 ബോക്സസ് ആണ്. അതിൽ 1 ഡസൻ ഗ്ലാസ് ഉണ്ട്. നേരത്തെ 1/2 ഡസൻ ആയിരുന്നു അല്ലേ? ഹാഫ് ഡസൻ ആകുമ്പോൾ 6, 1 ഡസൻ ആകുമ്പോൾ 12 ഗ്ലാസസ് ആണ് ഉള്ളത്. അപ്പോൾ എത്ര ഗ്ലാസ് ആണ് കിട്ടിയിരിക്കുന്നത്? 9 × 12 എത്രയാണ്? 12നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 10 + 2 എന്നാക്കാം. എന്നിട്ട് 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. 10 × 9 90. അതുപോലെ തന്നെ 2 × 9 18. 90 + 18 108. 108 ഗ്ലാസസ് ആണ് പുരവനം സ്കൂളിന് ഗ്രാമപഞ്ചായത്ത് കൊടുത്തത്. നെക്സ്റ്റ് പസിൽ കോർണർ. A number multiplied by 8 gives 120. What number do we get if the next number is multiplied by 8? ഒരു നമ്പർ കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 120 കിട്ടി. ഇനി ആ നമ്പറിൻ്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് 8നെ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 120 ആണ് കിട്ടിയത് അല്ലേ? ഏത് നമ്പറാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ആൻസർ 120 ആണ്. ഇനി ആ നമ്പറിൻ്റെ നെക്സ്റ്റ് നമ്പർ 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കൂടുതൽ കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 8 കൂടും അല്ലേ?
അപ്പോൾ 128 കിട്ടും. നെക്സ്റ്റ് എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 4 gives 4172. What number do we get if the next number is multiplied by 4? ഒരു സംഖ്യയെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 4172 ആണ് കിട്ടിയത്. ഇനി അതിൻ്റെ തന്നെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് 4നെ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 4 ആണ് കൂടുക അല്ലേ? 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 4 കൂടും. അപ്പോൾ നമുക്ക് 4176 കിട്ടും. A number multiplied by 7 gives 238. What number do we get if the number before it is multiplied by 7? ഇത്ര നേരം പറഞ്ഞത് നെക്സ്റ്റ് നമ്പർ എന്നായിരുന്നു അല്ലേ? അപ്പോൾ നമ്പർ കൂടുകയാണ്. ഇതിൽ പറയുന്നത് 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 238 കിട്ടി. എന്നാൽ ഇതിന് മുൻപുള്ള ഒരു സംഖ്യ കൊണ്ട് 7 മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? അപ്പോൾ എന്താണ്? 7 കുറയുകയാണ് ചെയ്യുക അല്ലേ? 238ൽ നിന്ന് 7 കുറയും. അപ്പോൾ നമുക്ക് 231 ആണ് ആൻസർ കിട്ടുക. ഗ്രാമപഞ്ചായത്ത് എയ്ഡ്. The Gramapanchayat donated new desks and chairs to Mitra School. There were 4 chairs for each desk. The number of desks given to each class is given below. How many desks and chairs were given in all? ഗ്രാമപഞ്ചായത്ത് മിത്രയുടെ സ്കൂളിലേക്ക് ഡെസ്കും അതുപോലെ തന്നെ ചെയറും ഡൊണേറ്റ് ചെയ്തു. ഒരു ഡെസ്കിന് 4 ചെയർ വീതമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ഡെസ്കും എത്ര ചെയറുമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. ഓരോ ക്ലാസ്സിനും ക്ലാസ് 1ന് 8 ഡെസ്ക്, ക്ലാസ് 2ന് 7, ക്ലാസ് 3 9, ക്ലാസ് 4 5 ഇത്രയുമാണ് കൊടുത്തത്. ഹൗ മെനി ഇൻ ഓൾ? ഡെസ്കുകൾ എത്ര, അതുപോലെ തന്നെ ചെയർ എത്ര? ഡെസ്ക് എത്രയാണ് ഓരോ ക്ലാസ്സിനും കൊടുത്തത്? 8 + 7 + 9 + 5 ടോട്ടൽ വരുന്നത് 29 ഡെസ്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡെസ്കിന് 4 ചെയർ വീതമാണ് അല്ലേ? അപ്പോൾ 29 × 4 = 116. ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണ്? 8 × 4 32, 7 × 4 28, 9 × 4 36, 5 × 4 20. അങ്ങനെ ഓരോ ക്ലാസ്സും സെപ്പറേറ്റ് ആയിട്ടാണ് മൾട്ടിപ്പിൾ ചെയ്തത്. അപ്പോൾ കിട്ടിയത് 116 ചെയറാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് കാൽക്കുലേറ്റ് ചെയ്തത് എല്ലാ ക്ലാസ്സും ഒരുമിച്ച് ആഡ് ചെയ്തു. അപ്പോൾ 29 ഡെസ്ക് എന്ന് കിട്ടി. എന്നിട്ട് ആ ഡെസ്കിൻ്റെ എണ്ണത്തെ 29 × 4 ചെയറിൻ്റെ എണ്ണവുമായി മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ 116 എന്ന് ആൻസർ കിട്ടി. ഇഫ് 5 chairs are to be arranged with every desk, how many chairs are needed? How do we calculate? ഒരു ഡെസ്കിന് 4 ചെയർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ 5 ചെയർ ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ എത്ര ചെയർ വേണം? 29 ഡെസ്കിന് 5 ചെയേഴ്സ് വേണമെങ്കിൽ 145 ചെയേഴ്സ് വേണം. പക്ഷേ ഇപ്പോൾ 4 ചെയേഴ്സ് വെച്ചിട്ട് 116 മാത്രമേ ഉള്ളൂ. അപ്പോൾ 145 - 116 = 29 ചെയർ കൂടി വേണം. അതായത് ഓരോ ഡെസ്കിനും ഓരോ ചെയർ കൂടി ആവശ്യമുണ്ട്. കണ്ടിന്യൂ ദ പാറ്റേൺ. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ. 1 × 9 + 1 = 10. 1 × 9 എന്ന് പറഞ്ഞാൽ 9 + 1 10. ഇനി 2 × 9 + 2. 2 × 9 = 18. 18 + 2 20. അപ്പോൾ എങ്ങനെയാണ്? 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ പ്ലസ് 3യുടെ ടേബിൾ. 3 × 9 എന്ന് പറയുമ്പോൾ 3 ആഡ് ചെയ്യുന്നു. 4 × 9 എന്ന് പറയുമ്പോൾ 4. അങ്ങനെ 10 വരെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 × 9 + 3 = 30. 4 × 9 + 4 = 40. 5 × 9 + 5 = 50. അങ്ങനെ 10 × 9 + 10 = 100 വരെയാണ് കിട്ടിയിരിക്കുന്നത്. യൂസിങ് ദിസ് നമ്പർ പാറ്റേൺ കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. 15 × 9 + 15 = എത്രയാണ് കിട്ടുന്നത്? 150 ആണ് ആൻസർ കിട്ടുന്നത്. അതുപോലെ തന്നെ 78 × 9 + 78 = 780. ഇനി 43 × 9 + 43 = 430.
ഇനി നമ്മളോടൊന്ന് ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 87 × 9 + 87 = 870 എന്ന് കിട്ടും. ഫൈൻഡ് ഔട്ട് ഈസി വേസ് ടു മൾട്ടിപ്ലൈ by 10 and 20 and fill in the table. 10 കൊണ്ടും 20 കൊണ്ടും മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഈസി വേ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യത്തേത് നോക്കൂ, 10 × 10 = 100. 10 × 10 മൾട്ടിപ്പിൾ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1നെ 2 1ഉം എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുക. 1 × 1 1 തന്നെയാണ് ആൻസർ അല്ലേ? ഇനി 2 10ലെയും 0 എടുത്ത് ആൻസറിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ നമുക്ക് 100 കിട്ടും. അതുപോലെ തന്നെ 11 × 1 11 എന്ന് കിട്ടി. 10ലുള്ള 0 എടുത്തെഴുതുക. ബാക്കിയുള്ളതും അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി 20 ആണ്. 10 × 20 10 × 20 എന്ന് പറയുമ്പോൾ 1 × 2 1 × 2 2. ഇനി 2 0 10ൻ്റെയും 20യുടെയും 0 ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ 200 എന്ന് കിട്ടും. ഇനി അടുത്തത് 11 × 2 എത്രയാണ്? 22. അതിൻ്റെ കൂടെ 20യുടെ 0 ചേർക്കുക. അപ്പോൾ 220. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്യണം. ഇനി 10 × 10 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1 × 1 1 2 0. ആദ്യത്തെ 10ലെയും രണ്ടാമത്തെ 10ലെയും ചേർത്ത് എഴുതിയാൽ 100 എന്ന് കിട്ടും. 20 × 20 2 × 2 4. 20ലെ 0യും അതുപോലെ തന്നെ രണ്ടാമത്തെ 20ലെ 0യും ചേർത്ത് 400. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഫിൽ ഇൻ ഫൈൻഡ് ദ റിലേഷൻസ്. കണ്ടില്ലേ, കുറച്ച് ടേബിൾ തന്നിരിക്കുന്നു. 1 × 8 = 8 2 × 8 = 16. അപ്പോൾ അവിടെ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ 1 × 6 = 6 2 × 6 = 12. അവിടെ 6ൻ്റെയും പിന്നെ 9ൻ്റെയും 5ൻ്റെയും ടേബിളാണ് എഴുതേണ്ടത്. ഇനി ഇതിൻ്റെ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ 8ൻ്റെയും 6ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ആൻസർ ആഡ് ചെയ്താൽ നമുക്ക് 14ൻ്റെ ടേബിൾ ഉണ്ടാക്കാം. ആദ്യത്തേത് നോക്കൂ, എക്സാമ്പിൾ 1 × 8 + 1 × 6. 1 × 8ഉം 1 × 6ഉം ആഡ് ചെയ്താൽ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് 1 × 14 എന്നാണ്. കറക്റ്റാണ് അല്ലേ? 1 × 8 8 + 1 × 6 ആൻസർ 8 + 6 = 14. ഇനി 2 × 8 + 2 × 6 അതിൻ്റെ ആൻസറായി വരുന്നത് 2 × 14 ആണ്. 2 × 8 എന്ന് പറയുമ്പോൾ 16 2 × 6 എന്ന് പറയുമ്പോൾ 12. അപ്പോൾ 16 + 12 എത്രയാണ്? ആൻസർ വരുന്നത് 28 ആണ്. ഈ 28 എന്ന് പറയുന്നത് 14 × 2 ആണ്. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫില്ല് ചെയ്താൽ നമുക്ക് 14ൻ്റെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് 9ഉം 5ഉം വെച്ചും 14ൻ്റെ ടേബിൾ ഉണ്ടാക്കാം. 1 × 9 = 9 + 1 × 5 = 5. ഇതും അതുപോലെ തന്നെ ചെയ്താൽ 14ൻ്റെ ടേബിൾ കിട്ടും. Fill in the bill. See the bill of the things children bought from the school store. Fill in the missing numbers. കുട്ടികൾ സ്കൂൾ സ്റ്റോറിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റാണ്. അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് നോക്കൂ. പെൻസിൽ ഷാർപ്നർ 1 rupee, ഇറേസർ 2 rupees, പെൻസിൽ 3 rupees, സ്കെയിൽ 12 rupees, നോട്ട്ബുക്ക് 15 rupees, പെൻ 6 rupees, ബ്രഷ് 7 rupees, പെൻസിൽ ബോക്സ് 25 rupees, സിസേഴ്സ് 30 rupees. ഇതാണ് പ്രൈസ് ലിസ്റ്റ്. ഇനി കുട്ടികൾ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് നോക്കാം. ബിൽ 1 ഐറ്റം പർച്ചേസ് ചെയ്തത് പെൻസിൽ ബോക്സ് 2, സ്കെയിൽ 4. 25 rupees ആണ് പെൻസിൽ ബോക്സിന്. അതുപോലെ തന്നെ സ്കെയിലിന് 12 rupees ആണ്. അപ്പോൾ പെൻസിൽ ബോക്സ് 2 എണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത്, സ്കെയിൽ 4 എണ്ണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 25 × 2 = 50, 12 × 4 = 48. 50 + 48 = 98 rupeesൻ്റെ സാധനങ്ങളാണ് ആദ്യത്തെ ബില്ലിലുള്ളത്. നെക്സ്റ്റ് ബില്ല് പറയുന്നത് പെൻസിൽ അതുപോലെ തന്നെ ബ്രഷ്. എത്ര നമ്പർ ആണെന്ന് പറഞ്ഞിട്ടില്ല. പെൻസിലിന് 3 rupeesഉം ബ്രഷിന് 7 rupeesഉം ആണ്. ടോട്ടൽ 35 rupeesൻ്റെ സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 7 പെൻസിൽസ്
3 rupees വെച്ച് വാങ്ങിച്ചാൽ 7 into 3 equal to 21. ബ്രഷ് 2 അത് 7 rupees. 2 into 7 equal to 14. Total 21 plus 14 equal to 35. നെക്സ്റ്റ് ബിൽ 3 ആണ്. നോട്ട്ബുക്ക് നമ്പർ തന്നിട്ടില്ല, 15 rupees ആണ്. അതുപോലെ തന്നെ പെൻസിലും നമ്പർ തന്നിട്ടില്ല, 3 rupees ആണ്. ടോട്ടൽ 90 rupeesനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 4 നോട്ട്ബുക്സ് 15 rupeesന് 4 into 15 equal to 60. അതുപോലെ തന്നെ പെൻസിൽ 10 നമ്പറാണ് വാങ്ങിച്ചിരിക്കുന്നത്. 3 rupeesനാണെങ്കിൽ 10 into 3 equal to 30. 60 plus 30, 90 rupees total. നെക്സ്റ്റ് ബിൽ 4. സ്കെയിൽ 12 rupees, പെൻ 6 rupees ആൻഡ് ഇറേസർ 2 rupees. അപ്പോൾ എത്രയാണ്? നമ്പർ എന്ന് തന്നിട്ടില്ല. ടോട്ടൽ 100 rupees ആണ്. അപ്പോൾ നമുക്ക് സ്കെയിൽ 3 into 12 equal to 36. പെൻ 10 നമ്പർ 10 into 6 equal to 60. ഇറേസർ 2 നമ്പർ 2 into 2 equal to 4. Total 36 plus 60 plus 4 equal to 100. Jwala bought 4 things for 100 rupees. What all things did she possibly buy? How many of each? Make a bill and write it in your notebook. ജ്വാല 4 തിങ്സ് 100 rupeesന് വാങ്ങി. ഏതൊക്കെയായിരിക്കാം? പെൻസിൽ ഷാർപ്നർ 10 നോസ് 1 rupee വെച്ചിട്ട് 10 into 1 equal to 10. അതുപോലെ തന്നെ ഇറേസർ 5 നമ്പർ 2 rupees. 5 into 2 equal to 10. Scissors 1, 30 rupees. 1 into 30 equal to 30. Box 2 number 25 rupees. 2 into 25 equal to 50. Total 10 plus 10 plus 30 plus 50 equal to 100. Adi's money box. On Adi's birthday, grandmother gave her 1 rupee and she put it in her money box. Next day she gave double of this. On the third day she gave double the money she gave on the second day. If she continued like this, how much would Adi have in her money box after 7 days? ആദിയുടെ ബർത്ത്ഡേക്ക് ഗ്രാൻഡ് മദർ ആദ്യത്തെ ദിവസം 1 rupee കൊടുത്തു. രണ്ടാമത്തെ ഡേ 1 rupeeയുടെ ഡബിൾ കൊടുത്തു. മൂന്നാമത്തെ ഡേ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡേ കൊടുത്തതിൻ്റെ ഡബിളാണ് കൊടുത്തത്. അങ്ങനെ ഓരോ ദിവസവും ഡബിളായിട്ടാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ ദിവസം എത്രയാകും? ഫസ്റ്റ് ഡേ 1 rupee, സെക്കൻഡ് ഡേ 1 rupeeയുടെ ഡബിൾ എന്ന് പറയുന്നത് 2 rupees ആണ്. തേർഡ് ഡേ 2 rupeesൻ്റെ ഡബിളാണ് കൊടുത്തിട്ടുണ്ടാവുക, അപ്പോൾ 4 rupees. ഫോർത്ത് ഡേ 8 rupees. ഫിഫ്ത്ത് ഡേ 16 rupees. സിക്സ്ത് ഡേ ഫിഫ്ത്ത് ഡേയുടെ ഡബിൾ 16 into 2, 32 rupees. സെവൻത്ത് ഡേ 64 rupees. ടോട്ടൽ 1 plus 2 plus 4 plus 8 plus 16 plus 32 plus 64 equal to 127. 127 രൂപയാണ് 7 ദിവസം കഴിയുമ്പോൾ ആദിയുടെ കയ്യിൽ ഉണ്ടാവുക.